ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പര തൂത്തുവാരി ഇന്ത്യ. അഞ്ചാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 15 റൺസാണ് ഇന്ത്യക്ക് നേടാനായത്. കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം. കമലേഷ്, അനായാസേന വിജയമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ പൊരുതി നിന്നു ശ്രീലങ്ക. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? വിനിഷ, തീർച്ചയായും വളരെ കടുത്ത മത്സരം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ആദ്യ 3 മത്സരങ്ങൾ അനായാസമായി ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും കഴിഞ്ഞ മത്സരവും ഈ മത്സരവും, അതായത് 4ാമത്തെ മത്സരവും 5ാമത്തെ മത്സരവും അങ്ങേയറ്റം വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഒരു വേള ശ്രീലങ്ക ജയിച്ചേക്കുമോ എന്ന് തോന്നിപ്പോയ ഒരു മത്സരം കൂടിയാണ്. എന്തായാലും അവസാനം ആ നിലയിൽ വലിയൊരു വിജയത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പരമ്പര 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയായിരുന്നു. ഇതിൽ 5 മത്സരങ്ങളും ഇന്ത്യ ജയിക്കുന്നു. അതായത് പരമ്പര തൂത്തുവാരി എന്ന നിലയിലേക്ക് വലിയ ഒരു ജയം ഇന്ത്യക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഈ പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളും ജയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരമ്പര സ്വന്തമാക്കിയിട്ടുള്ളത് നേരത്തെ ബംഗ്ലാദേശിനെതിരെയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ്. ഇതിപ്പോൾ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 175 റൺസാണ് നേടിയത്. 176 റൺസ് വിജയലക്ഷ്യം ശ്രീലങ്കയ്ക്ക് നൽകിക്കൊണ്ടാണ് ക്രീസ് വിട്ടത് ഇന്ത്യൻ ബാറ്റർമാർ. ഏതായാലും പിന്തുടർന്ന് ഈ അതായത് ഈ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് ആദ്യഘട്ടത്തിൽ ചില വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും പിന്നീട് ബാറ്റർമാർ പൊരുതി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും അവസാനം വരെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീലങ്കയുടെ ബാറ്റർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കളത്തിൽ. ഏതായാലും 15 റൺസിന്റെ വിജയമാണ് ഈ 5ാം T20 വനിതാ T20 മത്സരത്തിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടെ ഈ പരമ്പരയിലെ 5 മത്സരങ്ങളും ജയിച്ച് പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ഇന്ത്യ. കമലേഷ്, നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു അവസാന 3 മത്സരങ്ങൾ. അവസാന 3 മത്സരങ്ങൾ കാര്യവട്ടത്തേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ വനിതകൾ നമ്മുടെ കൺമുന്നിൽ, മലയാളികളുടെ കൺമുന്നിൽ, മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ കൺമുന്നിൽ വന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. കമലേഷ് നേരിട്ട് കണ്ട ആൾ കൂടിയാണ്, കമലേഷ് ഒരു ക്രിക്കറ്റർ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ആ സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഇന്ത്യൻ ടീമിൻ്റെ കളി നേരിട്ട് കണ്ട സന്തോഷം, കാരണം നിരവധി റെക്കോർഡുകളാണ് പിറന്നത്. നമ്മൾ സ്ക്രീനിൽ അല്ലെങ്കിൽ കളികളത്തിൽ മാത്രം കണ്ടിരുന്ന താരങ്ങളെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചല്ലോ. തീർച്ചയായും വിനിഷ, അത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവം തന്നെയാണ്. ഈ താരങ്ങളെ ആകെ തന്നെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഇത്തരം സ്പോർട്സിന്, കായിക മേഖലയോട് അങ്ങേയറ്റം പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. വലിയ നിക്ഷേപങ്ങൾ കായിക മേഖലയിൽ നടത്തുന്ന സംസ്ഥാനമാണ്. ആ നിലയിൽ ക്രിക്കറ്റിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ഒക്കെ വലിയ പ്രാമുഖ്യം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇത്തരം മത്സരങ്ങൾ എത്തുമ്പോൾ വലിയ സ്വീകാര്യത ആ മത്സരങ്ങൾക്ക് അതുപോലെ തന്നെ താരങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കാര്യവട്ടം സ്റ്റേഡിയത്തിലാണെങ്കിലും ഈ കഴിഞ്ഞ 3 മത്സരങ്ങളിലും വലിയ ഒരു ആരാധകരുടെ വലിയൊരു പിന്തുണ ഈ ടീമിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നടന്ന 2 മത്സരങ്ങളെ അപേക്ഷിച്ച് ഈ 3ാമത്തെ മത്സരത്തിൽ വലിയ ഒരു ആരാധക പിന്തുണ ലഭിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിലാകെ നിറയെ ആളുകൾ വരികയും ഈ ഇന്ത്യയുടെ താരങ്ങളെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും കേരളത്തിലേക്ക് ഇത്തരം മത്സരങ്ങൾ വരുമ്പോൾ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരും. ആ ആഹ്ലാദം നമുക്ക് കാര്യവട്ടം സ്റ്റേഡിയത്തിലും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആ പിന്തുണ ടീമിനും വലിയ കരുത്തായി മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യവട്ടത്തിൽ നടന്നിട്ടുള്ള 3 മത്സരങ്ങളും വളരെ മികച്ച മത്സരങ്ങൾ തന്നെയായിരുന്നു. ആ നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ വനിതകൾക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനിഷ, മികച്ച പ്രകടനം തന്നെയാണ്. മികച്ച നിരവധി റെക്കോർഡുകളാണ് പിറന്നു വീണത്. ഇന്നും റെക്കോർഡ് ഉണ്ടായിരുന്നു ദീപ്തി ശർമ്മയ്ക്കല്ലേ? T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമായി ദീപ്തി ശർമ്മ മാറുന്നു എന്നുള്ളതാണ്. ഓസ്ട്രേലിയയുടെ മേഗൻ സ്കൗട്ടാണ് 151 വിക്കറ്റുമായി ഓസ്ട്രേലിയയുടെ മേഗൻ സ്കൗട്ടാണ് ഇതുവരെയും മുന്നിലുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയതോടുകൂടി 151, അതായത് മേഗൻ സ്കൗട്ടിനൊപ്പം എത്തിയിരുന്നു ദീപ്തി ശർമ്മ. ഇന്നത്തെ മത്സരത്തിൽ ഒരു വിക്കറ്റ് കൂടി സ്വന്തമാക്കിയതോടുകൂടിയാണ് മേഗൻ സ്കൗട്ടിനെ പിന്നിലാക്കിക്കൊണ്ട് ദീപ്തി ശർമ്മ ഈ ഒരു ലോക റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇന്റർനാഷണൽ T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മ മാറിയിരിക്കുകയാണ്. വിനിഷ.